വിക്ടർ ഫോണ്ട് എന്നൊരു ബാഴ്സലോണ വംശജനെക്കുറിച്ച് അധികമാർക്കും അറിയാൻ കഴിയില്ല. അദ്ദേഹം വരാൻ പോകുന്ന ബാഴ്സലോണയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ട്രോങ് കാൻഡിഡേറ്റാണ്. ഓരോ സ്ഥാനാർത്ഥികളെ പോലെയും അദ്ദേഹം വരാൻ പോകുന്ന ഇലക്ഷനിൽ വിജയിച്ച് ബാഴ്സലോണയുടെ പ്രസിഡന്റ് സ്ഥാനം നേടിയെടുക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഇതിഹാസ താരമായ ലയണൽ മെസ്സിയെ തിരിച്ച് ബാഴ്സലോണയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ലയണൽ മെസ്സിയുമായി നേരിട്ടോ അല്ലാതെയോ സംസാരിക്കും. അദ്ദേഹത്തിന് ക്ലബിലെത്താൻ എൻ്റെ മനസ്സിൽ ഒരു വഴിയുണ്ട്. അദ്ദേഹത്തെ ഈ ക്ലബിൻ്റെ ഇതിഹാസങ്ങളിൽ ഒന്നായ ലയണൽ മെസ്സിയെ തിരിച്ച് ബാഴ്സലോണയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ മനസ്സിൽ വ്യക്തമായ ചില പ്ലാനുകളുണ്ട്. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ തീർച്ചയായും നടപ്പാക്കും. മെസ്സി എന്നാൽ അത് ബാഴ്സലോണയുടെ ചരിത്രമാണ്. തിരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. അത് ഞാൻ ലയണൽ മെസ്സിക്ക് വിശദീകരിച്ച് നൽകും. അദ്ദേഹത്തെ ഞാൻ കൺവിൻസ് ചെയ്തുകൊണ്ട് ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തിക്കും. കാരണം അദ്ദേഹത്തിന് ബാഴ്സലോണയുടെ ചരിത്രത്തിൽ വലിയൊരു പങ്കുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ഒരു താരത്തിന് അർഹിച്ച അംഗീകാരവും വിടവാങ്ങലുമൊക്കെ ബാഴ്സലോണ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ബാഴ്സലോണയിലേക്ക് ഞാൻ ലയണൽ മെസ്സിയെ തീർച്ചയായിട്ടും തിരിച്ചെത്തിക്കും. TNT സ്പോർട്സ് അർജന്റീനയുടെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം ലയണൽ മെസ്സിയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നും, പക്ഷേ ലയണൽ മെസ്സിയെ ടീമിലേക്കാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അർഹിച്ച വിടവാങ്ങൽ മത്സരം നൽകാൻ വേണ്ടിയാണോ എന്നുള്ളതൊന്നും കൃത്യമായി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല.